യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനയിൽ റെസിഡൻഷ്യൽ കെട്ടിടം ലക്ഷ്യമിട്ട് US നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സനയുടെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശമായ അസറിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ 3 കുട്ടികളും 2 സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. അവശിഷ്ടങ്ങൾക്കടിയിൽപ്പെട്ടവരെ കണ്ടെത്തുവാനായി രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മണിക്കൂറുകൾക്ക് മുമ്പ് ചെങ്കടലിൽ നിലയുറപ്പിച്ചിരുന്ന US സൈന്യം യമന്റെ വടക്കൻ പ്രവിശ്യയായ സനയിൽ പുതിയ വ്യോമാക്രമണം നടത്തിയതായും ഹൂതികളുടെ ശക്തി കേന്ദ്രമായ പ്രവിശ്യയുടെ പേരിലുള്ള മധ്യനഗരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായും പ്രാദേശിക വാർത്താ ചാനലുകളും വിശദാംശങ്ങൾ നൽകാതെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വടക്കൻ ചെങ്കടലിലെ USS ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിലും മധ്യ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിലും പുതിയ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് വ്യോമാക്രമണം ഉണ്ടായത്. അൽ മസ്ര TV റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇന്ന് രാവിലെ ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദൈദയിലെ വിമാനത്താവളം ഉൾപ്പെടെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ US സൈന്യം മറ്റൊരു വ്യോമാക്രമണ പരമ്പര നടത്തിയിരുന്നു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2014 ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതിന് ശേഷം വടക്കൻ യമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതി ഗ്രൂപ്പ് ഗാസയിലെ പാലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിച്ചതാണ് USനെ ഇത്തരമൊരു തീരുമാനമെടുക്കുവാൻ പ്രേരിപ്പിച്ചത്.